ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് ഇറങ്ങണോ? ദേവരാജൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാറാവടാ വന്നി. നിന്റെ വീടിന് വിലയിട്ട് ഞങ്ങൾ തന്ന പുത്തം കൊണ്ട് 10 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ചാഞ്ഞോണം. അല്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനാണ് ഭാവമെങ്കിൽ തൊലച്ചു കളയും പരട്ട കിളവ. എന്റെ കൊക്കി ശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ ഒന്നും എന്റെ തറവാട്ടി വാഴിക്കത്തില്ലടാ. ഞാൻ പറയുമ്പോ ഒന്ന് കേൾക്കാം. അശോക് സാർ എന്താ ഇത്? ആ മാഷ് വരുമ്പോ അങ്ങനെ ഒന്നും ചെയ്യില്ലേ? ആ കുട്ടി ഉപദ്രവിക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞ അടിക്കരുന്നു. ചുരണ്ടി ചുരണ്ടി പോലീസുകാരന്റെ നെഞ്ചത്താനോടാ കളി ആണെങ്കി വന്നിട്ട് ഒരാഴ്ച തികച്ചായില്ലല്ലോ. അതിനു മുമ്പ് യു ഹാവ് ബിക്കം എ ബേണിംഗ് പെയിൻ ഇൻ ദ ആസ്. ഐ ഡോണ്ട് ഗെറ്റ് യു സർ. യു നോ, ഞാൻ സംസാരിക്കാം. ഐ വിൽ ഡു ദ ടോക്കിംഗ്.
മിസ്റ്റർ ഭദ്രൻ, ഈ സർക്കാരിന്റെ പോലീസ് നയം വ്യക്തമാണ്, സുതാര്യമാണ്. മുഖം നോക്കാതെ എല്ലാവർക്കും തുല്യനീതി. ഒരു സിവിൽ സൊസൈറ്റിയിൽ പോലീസ് ഒരിക്കലും മാന്യത കൈവിട്ട് പെരുമാറരുതെന്ന് ഈ സർക്കാരിന് നിർബന്ധമുണ്ട്. എന്നിട്ടും പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള പരാതികളാണ് എങ്ങും എവിടെയും. നാട്ടുകാരുടെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർത്ത് രസിക്കുന്ന കാട്ടാളന്മാരെ ഫോഴ്സിന് ആവശ്യമില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഇന്നലത്തെ ഇൻസിഡന്റ് ഒരു കാര്യവുമില്ലാതെയാണ് താൻ ചിലരുടെ നടുറോട്ടിലിട്ട് തല്ലിച്ചതച്ചത്. ഇന്നത് പത്രത്തിന്റെ മുൻപേജ് വാർത്തയാണ്. ദാറ്റ് ടു വിത്ത് എ ടെല്ലിംഗ് ഫോട്ടോഗ്രാഫ്. ഞാൻ തന്റെ സർവീസ് റെക്കോർഡ് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി. ഇറ്റ് ഈസ് സംവട്ട് സ്ലീസി. സ്വന്തം ശരി നാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും കയ്യൂക്ക് കാട്ടി അവരെ വിരട്ടുന്നതും തനിക്കൊരു പതിവാണല്ലേ? ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പ് ഭരിച്ചവരോട് ഒടുങ്ങാത്ത കൂറുള്ള ചില IAS-കാരും പോലീസുകാരും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ താൻ ആ കൂട്ടത്തിൽ പെടുവോ? താനെന്താ പരിഹസിക്കാണോ? അയ്യോ അല്ല സർ, പിടയുടെ മേൽ പറന്നു കയറാൻ ചിറക് വിടർത്തി നിൽക്കുന്ന ചില കൊഴുത്ത കോഴികളെയും അതിനേക്കാളും മുഴുത്ത കോഴിക്കള്ളന്മാരെയും വഹിക്കുന്ന അങ്ങയുടെ ഈ പുകഴ്പെറ്റ മന്ത്രിസഭയുടെ പ്രതിച്ഛായയെക്കുറിച്ച് ഓർത്തപ്പോ ഞാൻ അറിയാതൊന്ന് ചിരിച്ചു പോയതാണ് സർ. ഭദ്രൻ, ഞാനൊന്ന് പറയട്ടെ സർ. കണ്ടവന്റെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർക്കുന്ന പോലീസിന്റെ കാടത്ത അല്ലേ? വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും സർക്കാരിന്റെ ഭരണപാഠവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ നിങ്ങളെപ്പോലുള്ളവരെ വഴിയിൽ തടയുമ്പോഴും കോളേജ് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ചില MLA-മാരുടെ പ്രതിപക്ഷ സന്താനങ്ങൾ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞ് കളിക്കുമ്പോഴും നെഞ്ചും വിരിച്ച് മുമ്പിൽ നിൽക്കാൻ അങ്ങിപ്പോൾ പുച്ഛിച്ചില്ലാതാക്കിയ കാടൻ പോലീസുകാരനില്ലേ, അവനെ ഉള്ളൂ സർ. അവൻ പ്രാണഭയം കൊണ്ട് ഓടിയാൽ അപമാനം, മേലാളന്റെ ഉത്തരവ് കേട്ട് വെടിവെച്ചാൽ സ്തോപം, വെടിവെച്ചില്ലെങ്കിൽ അത്ഭുതം, അവൻ രക്തം വാർന്ന് പെടഞ്ഞു മരിച്ചാൽ ആകാശത്തേക്ക് 3 ആചാര വെടി, അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ ഈ പറയുന്നത് ബഹിരാകാശത്തുള്ള സകല നക്ഷത്രങ്ങളെയും പറിച്ചെടുത്ത് തോളിൽ ചാർത്തിരിക്കുന്ന അങ്ങേപ്പോലുള്ള വലിയ ഏമാമാരെ കുറിച്ചേ അല്ല, നിങ്ങളെപ്പോലുള്ളവർക്ക് വിഴുപ്പലയ്ക്കും വിടുവേല ചെയ്തും പിഴയ്ക്കുന്ന വിനീത ദാസന്മാരെ കുറിച്ചാണ്. സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരന്റെ വേതനത്തിൽ നിങ്ങൾ കൈയിട്ട് വാരിയപ്പോൾ പോലും പ്രതിഷേധിക്കാതെ ബെൽറ്റ് മുറുക്കി കെട്ടി പിന്നെയും നിങ്ങളെ സെല്യൂട്ട് ചെയ്ത് റാൻ മൂളി നിൽക്കുന്ന പാവം സാധാ പോലീസുകാരനില്ലേ, അവനെ കുറിച്ച്. ദാ നോക്ക്, അങ്ങനെ ഒരുത്തനെ ചവിട്ടി മെതിച്ചു ഈ ഇന്റർനാഷണൽ പുല്ലന്റെ മോൻ. ഒരു സാധു മനുഷ്യനെയും കുടുംബത്തെയും തെരുവിലേക്ക് ഇറക്കി വഴിയാധാരമാക്കി. അത് കണ്ട് ആരുടെയും രക്തം തിളച്ചില്ല, ഒരുത്തന്റെ നീതിബോധം ഉണർന്നില്ല. കുറെ നേരമായി നിന്റെ ഈ മൂപ്പിക്കല്. ഇദ്ദേഹം നല്ല ബുദ്ധി പറഞ്ഞു നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ മോനെ. നീ വെറും സർക്കിൾ. സർക്കിൾ മീൻസ് സൈഫർ, നത്തിങ്, ശൂന്യം, വെറും പൊള്ള. നീ എത്ര ആഞ്ഞു ചവിട്ടിയാലും ക്ലച്ച് പിടിക്കത്തില്ല. കൂടുതൽ നകളിച്ചാലേ എഴുതി തൊലച്ചുകളയും ഞാൻ. പണ്ട് നിന്നെപ്പോലൊരുത്തൻ വയ്ക്കത്തുണ്ടായിരുന്നു. ഒറ്റ കാച്ച ഫ്രണ്ട് പേജിൽ 4 കോളം. മൃതദേഹത്തിൽ കയറി മറ്റേ പണി ചെയ്തെന്നു. ചുമ്മാ അവന്റെ പിള്ളേരും കെട്ടോളും ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെറ്റ് കിടന്നു. വാർത്ത തിരുത്തണമെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരുത്തിയോ? ഏയ് ഇല്ല. അവന്റെ ജീവിതം കുട്ടിച്ചോറായി. അതാണ് ഈ പേനയുടെ ഒരു ശക്തി. എഴുതടാ നാറി എന്നെ പറ്റി ഒരു തിരക്കഥ നിന്റെ പത്രത്തില്. നട്ടാക്കിളിക്കാത്ത നുണകളുടെ 80 ലക്ഷം കോപ്പികൾ അടിച്ച് കട്ടൻ കാപ്പിക്കൊപ്പം മലയാളിക്ക് വിളമ്പുന്ന നിന്റെയൊക്കെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊന്നും എന്നെ കിട്ടില്ലടാ. പകരം നിന്നെ ഇങ്ങനെ പിടിച്ച് കോരവള്ളി വലിച്ചൂരി പൂളിക്കളയും ഞാൻ. പൂളി കേട്ടോടാ. ഒരുപാട് പാവങ്ങളുടെ ജീവിതം മുടിച്ച ഈ വിഷസൂചി ഇനി നിന്റെ കൈ വേണ്ട. ഈ ധിക്കാരത്തിന് താൻ വലിയ വില നൽകേണ്ടി വരും. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നല്ല നട്ടലുള്ളവൻ ഒരു മരണമേ ഉള്ളൂ. സ്വയം വിറ്റും മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന തനിക്കത് മനസ്സിലാവില്ല. ചാർജ് ചെയ്ത കേസുമായി ഞാൻ മുമ്പോട്ട് പോകും. കുറ്റം ചെയ്തത് കൊടികെട്ടിയ കൊമ്പനായാലും ശരി, അവനെ ഈ ഭദ്രൻ തളച്ചിരിക്കും. ടേക്ക് മൈ വേർഡ് ഫോർ ദാറ്റ്. കേട്ടോടാ ഊമ്മൻ കോശി.
സാർ SP അദ്ദേഹം വിളിക്കുന്നുണ്ട്. ദാ അവിടെ. സാർ, ആ ഈ സുകുമാരൻ നായർക്ക് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു? അത് എനിക്കറിയില്ല സാർ. അയാളുടെ ആത്മഹത്യക്കുറിപ്പിലെ കാര്യങ്ങൾ ബാങ്ക് മാനേജർ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സാറേ, ഈ പ്രദേശത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കടബാധ്യത മൂലമുള്ള 12ാമത്തെ ആത്മഹത്യയാണിത്. കേരളത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഇതുപോലെ 4000 എണ്ണമാ കഴിഞ്ഞത്. ഓ, ടെറിബിൾ. എനിക്ക് അയാളുടെ ഭാര്യയോടും സംസാരിക്കണം. ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഇറ്റ്. താനും വാ. സാർ, അമ്മേ, വെറുതെ ആശ്വാസവാക്കുകൾ പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. വെൽഫെയർ ഫണ്ടിൽ നിന്നൊരു തുക ആ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അയാളുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും? എന്നോടൊന്നും ചോദിക്കല്ലേ സാറേ. അമ്മേ, സാർ പ്ലീസ്. ആ, റഷീദ് സാർ, തനിക്ക് സുകുമാരൻ നായരെ അടുത്തറിയാമായിരുന്നോ? ഓ സാർ, എന്നോട് വലിയ കാര്യമായിരുന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എന്നെ നിർബന്ധിച്ചിവിടെ കൊണ്ടുവരും. അത്താഴം കഴിഞ്ഞ് വിടാറുള്ളൂ. എന്താ സാർ കാര്യം? അത് താൻ കേറ്, ഞാൻ പറയാം.